അപ്പോൾ ഉച്ചയ്ക്ക് എന്തോ കറി വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 കിഴങ്ങ് അവിടെ കിടക്കുന്നുണ്ട്. അതെങ്കിൽ പിന്നെ തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ 2 കിഴങ്ങും 2 സവാള 2 തക്കാളി ഒരു പച്ചമുളക് വെച്ച് തീയൽ വയ്ക്കും. പിന്നെ തേങ്ങ വറുത്തച്ച് തീയലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ തേങ്ങയൊക്കെ തിരികെ ഒന്ന് വറുക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഏകദേശം നല്ല ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളിടാം. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ ഞാൻ തീയൽ വയ്ക്കാൻ പോകുന്നത് കുക്കറിനകത്താണ്. കുക്കർ കടുവൊക്കെ വറുത്തിട്ട് ഞാൻ കിഴങ്ങ് സവാള പച്ചമുളക് ഒന്ന് വഴറ്റാന്ന് വിചാരിച്ച്. അപ്പോൾ അത് പെട്ടെന്ന് വഴണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും തക്കാളി ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേനും തക്കാളി ഇടുന്നുണ്ട്. അങ്ങനെ തക്കാളി ഏകദേശം എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേനും നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അരപ്പും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു 3 വിസിലാകുമ്പോഴത്തേനും തീ ഒന്ന് ഓഫാക്കും. അങ്ങനെ ഞാൻ കുക്കർ അടച്ചൊക്കെ വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉണക്കമീൻ ഒന്ന് വൃത്തിയാക്കി അരപ്പൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഓംലെറ്റും കൂടെ അടിക്കാമെന്ന് വിചാരിച്ച് സവാളയൊക്കെ അരിഞ്ഞ് 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കൂടെ മുളക് പൊടിയും ലേശം മുളക് പൊടി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടൊന്ന് മിക്സാക്കി 2 ഓംലെറ്റും കൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ 2 തീയലുണ്ട്, 2 ഓംലെറ്റുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തുകൊണ്ട് അങ്ങനെ ഞാനും അമ്പാടിയും കൂടി കഴിക്കാനായിട്ടിരുന്ന്. അപ്പോൾ അവന് തീയൽ അത്ര വേണ്ട, അവന് മുട്ടയും ഉണക്കമീനും മാത്രം മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.